നോക്കാൻ നല്ല രസമാണ്. പുരിയക്കരി കടിപ്പൂരം കഴിഞ്ഞാലിട്ടാ പണ്ടത്തെ തൊട്ടിനെ കടന്നോട് അങ്ങനത്തെ അമ്മായി കുളിക്കാൻ കയറിക്കത്ര അതുകൊണ്ടിപ്പോ ഞങ്ങൾ ഡൈനിങ് ടേബിളിൽ ഫുഡൊന്നും അല്ല നിറച്ച് സാധനങ്ങളാണ് കേട്ടോ. ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണി നടക്കുന്നുണ്ട്. പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ തുടങ്ങിയതാട്ടോ പണി. അപ്പോൾ ഇന്നലെ ഞങ്ങൾ പണിയൊന്നും കഴിഞ്ഞിട്ട് ഒന്നും വൃത്തിയാക്കില്ല, കാരണം ഇന്നും പണി നടക്കുന്നുണ്ട്. അവിടെ ഇങ്ങനെ ഒരു ചെറിയ തുണ്ടുണ്ടാക്കിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ അടിയിൽ ഇങ്ങനെ സ്റ്റോറേജുകൾ വരും. അന്ന് ഞാൻ വീഡിയോയിൽ കാണിച്ചപ്പോൾ ആരൊക്കെ പറഞ്ഞു മുടി വെക്കാത്താൽ മുടി വെക്കാത്താൽ. അപ്പോൾ മുടിയൊന്നും വെക്കാത്തത് ഞാൻ സാധനങ്ങളൊക്കെ ഇങ്ങനെ അടുക്കിപ്പറക്കി വെക്കായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ ഈ ആൺകുട്ടിയൊക്കെ ഇങ്ങനെ നടക്കലൊക്കെ തുടങ്ങി ഓരോന്ന് വലിച്ചിടലൊക്കെ തുടങ്ങുമല്ലോ. അപ്പോൾ ഇതിൻ്റെ ഡോറ് മസ്റ്റാണെന്നൊക്കെ തോന്നിയിട്ടോ. മാത്രമല്ല നമ്മൾ ഷോപ്പ് ഒഴിവാക്കിയപ്പോൾ കുറേ കാർഡ്ബോർഡുകൾ നമുക്ക് ഇവിടെ ബാലൻസും കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടുള്ള പണികളാണ് ഇവിടെ. കുറേ കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ ആ കാർഡ്ബോർഡ് വെച്ചിട്ടാണ് ചെയ്യിപ്പിക്കുകയാണ് കേട്ടോ. ആയിക്കോട്ടെ, പണിക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. യാമിക്കുട്ടിയുടെ എണ്ണ വെച്ചിരിക്കാറ് കേട്ടോ. ഓളാണെന്ന് വിളിക്കുന്നുണ്ട്. ഇതൊക്കെ കൂടെ കാണുമ്പോൾ ക്ലീൻ ആക്കാൻ ഒരു ബേജാറുണ്ടാവില്ല എല്ലാവർക്കും. എനിക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. വരുന്നോ ഇന്നോളെവിടെ എണ്ണ വെപ്പിച്ചിരിക്കുന്നത്, പുതിയ ബാത്റൂമൊക്കെ മേടിച്ചിരിക്കുന്നതൊക്കെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ക്ലീൻ ആക്കാന്ന് പറഞ്ഞാൽ ഒക്കെ കൊണ്ട് അറേഞ്ച് ചെയ്ത് വെച്ചതിന് ശേഷം ജസ്റ്റ് അടിച്ചു വാരി തുടച്ചാൽ മതിയല്ലോ. ആരും അടിച്ചു വാരി തുടക്കലെന്ന് കമന്റിൽ ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അടുത്ത വീഡിയോയിൽ പറയാമെന്ന്. അപ്പോൾ അടിച്ചുവരി തുടക്കാൻ ഇവിടെ ഡേയ്സി ഉണ്ട് കുറച്ച് ദിവസമായിട്ട്. ഞാൻ അവളെ കുളിപ്പിച്ചൊക്കെ കൊടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ. രാമിക്കുട്ടി കുളിയൊക്കെ കഴിഞ്ഞ് ഉറങ്ങി. ഞങ്ങൾക്ക് ഡേയ്സിനെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ പുതിയ അടിച്ചു തളിക്കാരി ജാനു. ഇതിനൊക്കെ ഡേയ്സി എന്നാണ് പേരിട്ടിരിക്കുന്നത്. അഗാരോന്റെ റോബോട്ട് വാക്വം ക്ലീനർ കേട്ടോ. നല്ല അടിപൊളിയാണ് കേട്ടോ. നമ്മളൊക്കെ അടിച്ചു വരുന്നതിനേക്കാളൊക്കെ നല്ല വൃത്തിയിൽ, അതായത് കുഞ്ഞു കുഞ്ഞു തരി പൊടികളൊന്നും നമുക്ക് ചൂലുകൊണ്ട് കിട്ടില്ല. അപ്പോൾ അതൊക്കെ നല്ല പൊടിയൊക്കെ എടുത്ത് സോഫന്റെ അടിയിൽ കൂടി കട്ടിന്റെ അടിയിൽ കൂടി ഒക്കെ പോയി പൊടിയൊക്കെ എടുത്ത് വരും ചെയ്യും. പിന്നെ വെള്ളം നനച്ച് തുടക്കും ചെയ്യും. നല്ല സുഖമല്ലേ? ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ എല്ലാം കേട്ടോ. ഇതാ ഇങ്ങനൊരു പാക്കിങ്ങിലാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. പാക്കിങ്ങൊക്കെ എടുത്ത് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ദിവസമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. അതുപോലെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു സംഭവത്തിലാണ് അറേഞ്ച് ചെയ്തിട്ടാണ് ഇത് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതാണ് ഇതിന്റെ മെയിൻ യൂണിറ്റ് കേട്ടോ. ഇത് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ഇത് പവർ ബട്ടണും ഇത് ഹോം ബട്ടണും ആണ് കേട്ടോ. പിന്നെ അതുപോലെ ഇവിടെ വൈഫൈന്റെ സിഗ്നലും കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ലേസർ റഡാറാണ് കേട്ടോ. പിന്നെ അങ്ങനെ സോക്കാപ്സർ ആയിട്ടുള്ള ബമ്പർ ആണ് കേട്ടോ. അതായത് എവിടെയെങ്കിലും തട്ടുമ്പോഴൊക്കെ ഇങ്ങനെ സോക്കാപ്സർ ആയിട്ട് നിൽക്കും. ഇതാണ് കേട്ടോ ഇതിന്റെ സെൻസർ ചെയ്യുന്ന ഭാഗങ്ങളാണ് ഇതൊക്കെ. ഇതിന്റെ അടിവശത്ത് കാണിച്ചു തരാം. ഇതിന് പോവാനുള്ള വീല് കേട്ടോ. എല്ലായിടത്തും കൂടിയും കയറി ഇറങ്ങാനും കറങ്ങാനൊക്കെ ഉള്ള വീലുകളുണ്ട് കേട്ടോ. 3 വീല്. പിന്നെ ഇത് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ റിമൂവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബ്രഷ് ഉണ്ട്. ഇതിന്റെ ഉള്ളിലാണ് നമ്മളെ മുടി നൂലൊക്കെ ഇങ്ങനെ കുടുങ്ങാനുള്ള സാധനമാണ് കേട്ടോ ഇത്. അപ്പൊ ഇത് നമുക്ക് റിമൂവ് ചെയ്തിട്ട് ഇതാ ഈ ഒരു ടൂൾ ഉണ്ട്. ഈ ടൂൾ വെച്ചിട്ട് ആ മുടിയൊക്കെ ഇങ്ങനെ വലിച്ച് ക്ലീൻ ആക്കാൻ പറ്റും. നമുക്ക് ഈസി ആയിട്ട് ഇതിൽ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കാനും പറ്റും. പിന്നെ വരുന്നത് ഇതാ ഇങ്ങനെ ഒരു ടൂൾ ഉണ്ട് കേട്ടോ. ഇത് 2 എക്സ്ട്രാ ആണ്. ഈ 2 നമ്മൾ ഇവിടെ കളർ കൊടുത്തിട്ടുണ്ട്. പച്ച, ഇവിടെ ചുവപ്പും. ഇത് നമ്മൾ പച്ചയിൽ വെച്ച് കൊടുക്കുക. അതുപോലെ ലെഫ്റ്റ് റൈറ്റ് എന്നും കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ മുകളിലും ലെഫ്റ്റ് റൈറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കളർ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വെക്കാം ഈസി ആയിട്ട്. അപ്പൊ ഇതിങ്ങനെ അടിച്ചു വരാൻ പോകുമ്പോൾ സൈഡിലുള്ള കച്ചറകളൊക്കെ ഇത് തിരിഞ്ഞിട്ടാണ് ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറി പോണത് കേട്ടോ. പിന്നെ ഇതിന്റെ കൂടെ എക്സ്ട്രാ വന്നിട്ടുള്ളതാണ് ഈ ഒരു ഫിൽറ്ററും ഈ ഒരു സ്പോഞ്ചും കേട്ടോ. പിന്നെ നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റും ഈ ഒരു ബോക്സ്. ഇതിലാണ് നമ്മളെ കച്ചറകളൊക്കെ വന്നുകൂടാ കേട്ടോ. കച്ചറ വന്നുകൂടാ. പിന്നെ നമുക്ക് തുടക്കാനുള്ള വെള്ളം ഒഴിക്കുന്നത് അതൊക്കെയാണ് ഇത്. അപ്പൊ ഈ ബോക്സിന്റെ മുകളിൽ തന്നെ ഇത് എങ്ങനെ ക്ലീൻ ചെയ്യണം, ഇതിൽ എവിടെ കച്ചറ ഉണ്ടാവും അതൊക്കെ ഇതിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഈ ബോക്സ് ഇങ്ങനെ ഓപ്പൺ ചെയ്യും. ഇതിനകത്താണ് നിറച്ച് കരടുകളൊക്കെ ഉണ്ടാവും. ഇവിടെ ഇങ്ങനെ ഒരു ഫിൽറ്റർ വെക്കാനുള്ളത് ഉണ്ടാവും. അത് ഇതിന്റെ കൂടെ എക്സ്ട്രാ ഒരെണ്ണം കൂടി കിട്ടുന്നുണ്ട് കേട്ടോ. ഇതൊന്നും നമ്മൾ എപ്പോഴും എടുത്ത് ക്ലീൻ ആക്കുന്നതുകൊണ്ട് നമ്മൾ എസിന്റെ ഫിൽറ്റർ ഒക്കെ ക്ലീൻ ആക്കണ പോലെ കുറെ കൂടുമ്പോൾ ക്ലീൻ ആക്കിയാൽ മതി. ഇതിൽ നിറയെ കച്ചറുണ്ടാവും. ഇത് നമ്മൾ ഡെയിലി എടുത്ത് ക്ലീൻ ആക്കിയാൽ മതി കേട്ടോ. തുടക്കാൻ വേണ്ടതാ ഇത് നമ്മൾ തുറക്കുക, ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഈസി ആയിട്ട് വെക്കാൻ പറ്റും. അപ്പോൾ അടിച്ചു വാരൽ കഴിഞ്ഞതിന് ശേഷം നമ്മൾ തുടക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സംഭവം വെച്ചുകൊടുക്കണം. ഇത് നമുക്ക് എക്സ്ട്രാ കിട്ടുന്നുണ്ട് കേട്ടോ. ഇവിടെ ദാ ഇങ്ങനെ ഒരു സാധനം ഒരു ക്ലിപ്പ് ഉണ്ട്. അപ്പോൾ നമുക്കിത് ഇവിടെ ഇങ്ങനെ ഈസി ആയിട്ട് ഇങ്ങനെ ഫിക്സ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് നമ്മൾ തുടക്കാൻ വേണ്ടിയിട്ട് ഡേയ്സിനെ പറഞ്ഞേക്കുക. പിന്നെ ഇതിന്റെ കൂടെ വരുന്നതാണ് ഇതിന്റെ ചാർജറും കാര്യങ്ങളൊക്കെ കേട്ടോ. ഇത് ഇതിന്റെ ബേസ്. പിന്നെ അതിന്റെ നീളമുള്ള വയറും ഉണ്ട് കേട്ടോ. ഇതിന്റെ കൂടെ നല്ല നീളമുള്ള വയറുണ്ട് കണ്ടോ. ഇങ്ങനത്തെ പ്ലഗ് ആണ്. ഇത് നമ്മളിങ്ങനെ നിലത്താണല്ലോ വെക്കുക. അപ്പൊ നമുക്ക് ഈ ചുമരിന്റെ ഇവിടെയൊക്കെയാണ് ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വയർ ഇങ്ങനെ കിടക്കണ്ട. ഈ വയർ നമുക്ക് ഇതിന്റെ ബാക്കിൽ ഇങ്ങനെ ചുറ്റി കൊടുക്കും. പിന്നെ ഇതിന്റെ മാനുവൽ ബുക്ക് ഉണ്ട് കൂടെ. പിന്നെ അതുപോലെ വാറണ്ടി കാർഡും ഉണ്ട് കേട്ടോ. ഇത് അടിച്ചു വരുന്ന തുടക്കണൊക്കെ കാണണ്ടേ. നല്ല രസമാണ് കേട്ടോ കാണാൻ. നമുക്ക് തന്നെ നല്ല വൃത്തിയായി നമുക്ക് തന്നെ തോന്നും കണ്ട. 2 ബട്ടൺ അമർത്തി ഒന്ന് പിടിച്ചാലാണ് ഇത് ഓൺ ആവുക. അപ്പോൾ നമ്മൾ അതിനെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് സ്മാർട്ട് ലൈഫ് എന്നുള്ളൊരു മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം കേട്ടോ. ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് വൈഫൈ ആയിട്ടൊക്കെ കണക്ട് ചെയ്യിപ്പിക്കണം. വൈഫൈ കണക്ഷൻ വേണം കേട്ടോ നമുക്ക് വീട്ടിൽ. അപ്പോൾ അതിൽ എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ അതിലും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ സെറ്റ് ആയതിനു ശേഷം ഇത് ആദ്യം നമ്മളെ റൂമിൻ്റെ നമ്മുടെ വീടിൻ്റെ ഫുൾ ഏരിയയും
ഇത് പോയി ഓടി നടന്ന് അളവെടുത്ത് വരും കേട്ടോ. അത് അതിന്റെ തലച്ചോറിൽ കയറ്റി വെക്കാൻ വേണ്ടി. എന്നിട്ട് നമ്മുടെ ആപ്പിൽ ഇതാ ഇങ്ങനെ കാണിക്കും ഓരോ റൂമുകളും ഓരോ ഇത്. അപ്പൊ നമുക്ക് ഈ ഓരോ റൂമുകൾക്കും ഓരോ പേരുകൾ നമുക്ക് ഇട്ടിട്ട് കൊടുക്കാം കേട്ടോ. നമുക്കിത് ഷെഡ്യൂൾ ചെയ്ത് വെക്കാം. ഞങ്ങൾ രാവിലെ 8:30 മണി ഷെഡ്യൂൾ ചെയ്ത് വെച്ചിക്കാം. 8:30 മണിയായ ഓട്ടോമാറ്റിക്കലി അത് വന്നിട്ട് അടിച്ചു വരൽ തുടങ്ങും കേട്ടോ. അങ്ങനെ ഷെഡ്യൂൾ ചെയ്ത് വെക്കാതെ നമുക്ക് ചെയ്യാം. പിന്നെ ഒരു റൂം മതിയെങ്കിൽ ഒരു റൂം, എല്ലാ റൂമും വേണമെങ്കിൽ എല്ലാ റൂമും, അങ്ങനെയൊക്കെ നമുക്ക് സെറ്റ് ചെയ്തിട്ട് അടിച്ചു വാരിപ്പിക്കും തുടപ്പിക്കും ചെയ്യുന്നതിനെ കൊണ്ട്. അപ്പൊ ഇത് അടിച്ചു വാരപ്പോ നമുക്ക് ഈ ആപ്പിൽ ഇങ്ങനെ നോക്കിയാൽ മനസ്സിലാവും എവിടേക്ക് അടിച്ചു വാരി, ഇനി എത്ര അടിച്ചു വാരാണ്ട്, എവിടേക്കൊക്കെ എത്തിയില്ല, അതൊക്കെ നമുക്ക് ആപ്പിൽ നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ചാർജ് കഴിയാനായ ഓട്ടോമാറ്റിക്കലി നമ്മളെ റോബോ വേഗം തന്നെ പോയിട്ട് ചാർജറിൽ പോയിട്ട് ഇരിക്കൂട്ടോ, തന്നാലെ പോയിട്ട്. അല്ലാതെ അവിടെ ഇവിടെയും ചാർജർ കഴിഞ്ഞിരിക്കൊന്നുമില്ല. അത് കാണാൻ നല്ല രസമാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ കുത്തി കൊടുക്കുകയൊക്കെ വേണ്ടേ, അങ്ങനെയുള്ള യാതൊരു മെനക്കെടും ഇല്ല. പിന്നെ എൻ്റെ അടിച്ചു വാരി തുടക്കണയൊക്കെ കാണിച്ചു തരാം കേട്ടോ. കട്ടിൻ്റെ അടിയിൽ കൂടിയും അതുപോലെ സോഫിന്റെ അടിയിൽ, അതുപോലെ നമ്മൾ ഡൈനിങ് ടേബിളിന്റെ കസേരന്റെ ഉള്ളിൽ കൂടി പോയിട്ട് തിരിച്ച് വരും. ഇത് വെച്ചിട്ട് അടിക്കണയും തുടക്കണയും ഒക്കെ വീഡിയോകൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നോക്കി നോക്കാം നമുക്ക്. അടിച്ചു വാരി കഴിഞ്ഞതിന് ശേഷം നമുക്ക് കച്ചറ നോക്കാം. ഇന്ന് കിട്ടിയ കച്ചറകൾ ഇഷ്ടംപോലെ കച്ചറകൾ. 2-3 ദിവസമായിട്ട് ഓള് വൃത്തിയാക്കിയതുകൊണ്ടാണ് ഇത്ര പൊടി ഇട്ടോ. അല്ലെങ്കിൽ ഇതിലേറെ പൊടി ഉണ്ടാവും. ഞാൻ മിഞ്ഞാന്ന് എടുത്ത് കാണിച്ചു തരാം കേട്ടോ. ഈ തുടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കാണിച്ച പോലെ ഇതിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ ഈ മോപ്പ് ഫിറ്റ് ചെയ്യാം. ഇതിന്റെ തുടക്കണ പവർ കാണിച്ചു തരാം കേട്ടോ. 42 വാട്ടാണ് ഇതിൻ്റെ പവർ വരുന്നത്. അതുപോലെ പൊടി എടുക്കാനുള്ള കപ്പാസിറ്റി 240 ml, അതുപോലെ വാട്ടർ ടാങ്ക് കപ്പാസിറ്റി 250 ml ആണ് കേട്ടോ. തുടക്കൽ കഴിഞ്ഞാൽ നമുക്കിത് നന്നായി സോപ്പിട്ട് കഴുകി ഉണക്കിയിട്ട് വീണ്ടും അടുത്ത തുടക്കലിന് ഇത് വെച്ച് കൊടുക്കാം. പിന്നൊരു കാര്യം പറയാൻ പറ്റുമോ കേട്ടോ, ഇത് നമ്മൾ ഈ അരികിലൂടെയൊക്കെ സിറ്റ് ഔട്ടിൽ അല്ലെങ്കിൽ ഡൈനിങ് ടേബിളൊക്കെ തുടക്കാൻ വേണ്ടിയിട്ടൊക്കെ വെക്കുമ്പോൾ ഈ അരികിലൊക്കെ വെച്ചാലും അത് താഴെ വീഴു പോകുന്നില്ല കേട്ടോ. അതാരുടെ പ്രൊഡക്റ്റുകളൊക്കെ നമുക്ക് ആമസോണിൽ സെർച്ച് ചെയ്താൽ തന്നെ കിട്ടും. വാക്വം ക്ലീനറും ആമസോണിൽ കിട്ടും. സത്യമായിട്ട് എനിക്ക് ഒരു വാക്വം ക്ലീനർ ഭയങ്കര സന്തോഷമായിട്ട്. എനിക്ക് ആളെ വെക്കണ ഇഷ്ടമല്ല. നമ്മൾ ആ ഒരു ഇഷ്ടത്തിന് അടിച്ചു വാരാൻ തുടക്കാനും ആളെ വെച്ചാൽ നടക്കൂലല്ലോ. അതുകൊണ്ട് എനിക്ക് അത് ഭയങ്കര ഇതായിരുന്നു. കാരണം ഇപ്പോൾ കുറച്ച് തിരക്കായി രാവിലെയൊക്കെ. എന്നാൽ എനിക്ക് വേഗം അടിച്ചു വാരി തുടക്കൽ കയ്യും വേണം. അപ്പൊ അതിനൊക്കെ ഒരു ആശ്വാസമായിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇനി എന്തൊക്കെ എടുത്തേക്കട്ടെ. പണിക്കാരും തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ട് അവിടെ പോയി വീഡിയോ എടുക്കാനൊന്നും മൂടില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പട്ടാമ്പി വീട്ടുകാരൊക്കെ ഇങ്ങോട്ട് വന്നിരുന്നില്ലേ ഇപ്പൊ അടുത്ത് എല്ലാവരും വന്ന്. ലാസ്റ്റ് ദിവസം ഞങ്ങൾ പ്രിയപാലയുടെ പോയിട്ടാണല്ലോ മസാല ദോശയും ഒക്കെ കഴിച്ചിട്ടാണല്ലോ പിരിഞ്ഞത് രാവിലെ. അന്ന് ഞങ്ങൾ എല്ലാവരും കൂടി രാവിലെ പ്രിയപാലയുടേക്ക് പോയിട്ട് പുറത്തിറങ്ങിയപ്പോഴാണ് ഇക്കാടെ അമ്മ വിളിച്ചു പറഞ്ഞത് ഉച്ചക്ക് ലഞ്ച് കഴിക്കാൻ അങ്ങോട്ട് വായോന്ന് കേട്ടോ. പിന്നെ അന്ന് അങ്ങനെ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് മൈനമ്മയുടെ വീട്ടിക്കാൻ കേട്ടോ. അപ്പൊ യാമിക്കുട്ടി ആദ്യമായിട്ട് പോവില്ലേ അങ്ങോട്ടൊക്കെ. അപ്പൊ അതിന്റെ വീഡിയോ ഒക്കെ എടുക്കാന്ന് വെച്ചിട്ട് അത് ഞാൻ ആ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ വീഡിയോ ഇതുവരെ പോസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പൊ എന്തായാലും ഈ വീഡിയോ കൂടെ നിങ്ങൾ ആ വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് വരും കേട്ടോ. രമണീയമായ സ്ഥലം നിങ്ങൾക്ക് നമ്മളെ പഴയ ആൾക്കാർക്കൊക്കെ ചിലപ്പോ അറിയാണ്ടാവും. റബ്ബർ കാട്ടിലൂടെ പോയിട്ട് നമ്മളെ മൈനമ്മയുടെ വീട്ടിക്കാട്ടോ. മൈനമ്മയുടെ വീട്ടിക്കാണ് ഈ ആമിക്കുട്ടി ആദ്യമായിട്ട് വരുന്നത്. അമ്മമ്മയുടെ വീട്ടിലേക്കല്ലേ. നല്ല ഉറക്കത്തിലാണ്. അവിടെ എത്തിയിട്ടുള്ള അറിയാം അമ്മമ്മയുടെ വീടാണ്. നമുക്ക് അവിടെ നാത്തൂനും ഒക്കെ വീട്ടിൽ അമ്മായി ഒക്കെ വന്നിട്ടുണ്ട്. അമ്മായി അവള് കഴിഞ്ഞ പ്രാവശ്യം ഇതേമാതിരി ഒന്ന് വന്നങ്ങാണ്ട് കാണാൻ പറ്റിയില്ല കേട്ടോ. അപ്പൊ പിന്നെ അതിന്റെ കേരളം തീർക്കാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങോട്ട് പോകും. നമ്മുടെ വിളിച്ചതാണ് ഇങ്ങോട്ട് പോരുകാറൊക്കെ. അപ്പൊ ഇന്നത്തെ ലഞ്ചും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയാണ്. അതൊന്നും ഇവിടുത്തെ വിശേഷങ്ങൾ പറ്റുന്ന പോലെ ഒക്കെ എടുക്കാം. എന്തായാലും ഈ ആമിക്കുട്ടി ആദ്യമായിട്ട് അമ്മമ്മയുടെ വീട്ടിൽ തന്നെയല്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങൾ എടുക്കാന്ന് വെച്ചിട്ട് ഇന്ന് ബ്ലോഗ് എടുക്കുക കേട്ടോ.
അവിടെ അല്ല അതിന്റെ അപ്പുറത്ത് 29 അല്ല അതാണ് ശരിക്കും കാപ്പൊക്കെ നോക്കിയതോ നമ്മടെ കുട്ടിനെ എന്താണ് അമ്മമ്മന്റെ വീട്ടിലിട്ടാ പൊന്നെ? നമ്മൾ വന്നപ്പത്തിന് ലക്ഷ്യാർത്ഥ ബിരിയാണി ഒക്കെ നല്ല ദമ്മൊക്കെ ഇട്ട് വെച്ചുകൊണ്ടാ കരിങ്കല്ലൊക്കെ കയറ്റി വെച്ച് നോക്കണം ബിരിയാണി ചെമ്പിന്റെ മുകളില് ചേച്ചിങ്ങാണ്ട് കൊടുത്തു കാക്കാൻ ചേട്ടനോട് അറിയാം ഇനി എന്നും ഒരു കരിങ്കല്ലേ ചേച്ചി ബ്രസ്റ്റ് ഇട്ട് തേച്ചിട്ടാണ് നോക്കണം. റയാൻകുട്ടിയുടെ വീടകത്ത് എന്റെ വീട്ടിക്ക് വന്നിക്ക യാമിക്കുട്ടി. ഇപ്പന്റെ വീട് ഇതാണല്ലേ, ഇപ്പ വരവില്ലേ? ആ ശരി, റയാൻകുട്ടിയുടെ തൊട്ടി വെച്ചിക്ക. കുട്ടിക്ക് തൊട്ടി ഉണ്ടാക്കിക്കണ കേക്ക് പണ്ടത്തെ തൊട്ടിയാണ് കടന്നൂടെ അങ്ങട്ട്. അല്ലേ റയാൻകുട്ടിയുടെ തൊട്ടിയിലാ കുട്ടി കിടക്കണേ. റയാൻകുട്ടിന്റെ തൊട്ടി കിടക്കണേന്റെ പൊലിവിലാണ് കിടക്കുക. ഇന്ന് രാവിലെ കുളിച്ചു കഴിഞ്ഞാൽ ഇടുന്ന മാക്സിയാണ് കേട്ടോ ഇത്. ഇതിട്ടിട്ട് ഇതിന്റെ മുകളിൽ കഫ്താൻ ഇട്ടിട്ടാണ് ഞങ്ങള് പ്രിയപ്പാരടേക്ക് ചായ കുടിക്കാൻ പോയി. പോകുമ്പോഴാണ് ഉമ്മ വിളിച്ചത് ഇങ്ങോട്ട് വായോന്ന്. അപ്പൊ ആ വേഷത്തോടുക്കാൻ ഇങ്ങോട്ട് പോകുന്നു. കഫ്താൻ കഴിച്ചപ്പോ ഉള്ളിൽ ഈ മാക്സിയാണ്. അപ്പൊ ഞാൻ പറയാം ഇങ്ങനെ ഞാൻ ഇങ്ങോട്ട് വിരുന്നോയിട്ടില്ല. എന്തായാലും എനിക്കൊരു വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ വന്നേക്കാണ് വീഡിയോ എഡിറ്റ് ചെയ്യാനിവിടെ. അപ്പൊ ഇടക്ക് ഫോൺ എടുത്തിട്ടൊന്ന് വീഡിയോ ഷൂട്ട് ചെയ്യണതാ. വീഡിയോ ഷൂട്ട് ചെയ്യണതും വീഡിയോ എഡിറ്റ് ചെയ്യണതും ഒരു ഫോണാണ്. ഇത് എവിടുന്ന നേർച്ചിന്റെ അൽവേ അല്ല പൂരത്തിന്റെ? നല്ല കറുത്ത അലുവയും ചോപ്പ് അലുവയൊക്കെ ഉണ്ട്. രാജിമോന്റെ വീടാട്ടോ. പാടില്ലേ? ഒരുപാട് കുടിക്കും. കുറച്ചെടുത്തേക്ക് പിടിച്ചാൽ പപ്പടമുണ്ട്. കുണ്ടം പൊട്ടിക്കണ ഇപ്പൊ എല്ലാരും പറഞ്ഞു പൊട്ടിച്ചു. ഇപ്പൊ പൊട്ടിച്ചു. ഇപ്പൊ ഭയങ്കര വിഷപ്പാത്രം. ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് എല്ലാവരും നല്ലോണം മയങ്ങിട്ടോ. എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള കാരണം ഞാൻ പറഞ്ഞില്ല, ഈ ഫോണിൽ തന്നെയാണ് വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള വീഡിയോ എടുക്കാനുള്ള കാരണം നമുക്ക് അധികം ഒന്നും വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. ഞാൻ ഗർഭിണി ആകുമ്പോൾ 2 മാസം 3-ാം മാസത്തിലായിട്ടായിരുന്നു നമ്മളെ വലിയ പെരുന്നത്. അപ്പോഴാണ് ഞാൻ അവസാനമായിട്ട് ഇങ്ങോട്ട് വന്നത്. അങ്ങനെ യാമിക്കുട്ടിനായിട്ട് ഇങ്ങോട്ട് വന്നു. അന്നത്തെ വീഡിയോയിൽ ഉമ്മയുടെ ഡ്രസ്സൊക്കെ കടലാസം പെട്ടിന്ന് ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ടായിരുന്നു. ഉമ്മയുടെ മാക്സികൾ ഉമ്മക്ക് കുറേ മാക്സി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഉമ്മയുടെ കടലാസം പെട്ടി കണ്ടപ്പോൾ കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തിരുന്നു ഉമ്മക്കൊരു അൽമാറ ഉണ്ടാക്കി കൊടുക്കുന്നത്. അങ്ങനെ പറഞ്ഞതുകൊണ്ടല്ല, മറ്റേ അൽമാറ ഉണ്ടാക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഉമ്മക്ക് ഇത് അൽമാറ ഇട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. മണ്ടി അൽമാറുന്നത് ഞാൻ കാണിച്ചു തരാം. ഉമ്മാക്കും ഉപ്പാക്കും നല്ല വലിയ അൽമാറ ഉണ്ടാക്കിയിരിക്കുന്നുണ്ട് ഇവിടെ. ഉമ്മൻ്റെ മാക്സികളൊക്കെ അമ്മേൻ്റെ പോലെ റോളാക്കിയിട്ടൊക്കെ ആയിട്ട് മടക്കി വെച്ചിരിക്കണ്. ഉപ്പാൻ്റെ കള്ളിയൊക്കെ ഇത് ചെറിയ അനിയൻ്റെ വീടാണ് കേട്ടോ. ഇക്കാക്ക് 3 ഏട്ടന്മാരും പിന്നെ ഒരു അനിയനും ഒരു അനിയത്തിയാണ് കേട്ടോ. ഒരേ അനിയത്തിയുള്ള നാത്തൂന് ഓളാണ് ഇഷ്ടപ്പെട്ടുള്ളത്. നാത്തൂൻ്റെ കല്യാണം കഴിഞ്ഞ് നാത്തൂനിക്ക് 2 മക്കൾ. ബാക്കി എല്ലാവർക്കും 2-3 മക്കളായിട്ട് 14 പേരക്കുട്ടികളുണ്ട് മൊത്തത്തിൽ ഇവിടെ. മുത്തച്ഛനും മുത്തച്ഛന്മാരും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ വീട്ടിൽ ഇപ്പോൾ ഇളയച്ചിയുണ്ട്. ഇളയച്ചൻ ഗൾഫിലാണ് കേട്ടോ. അപ്പോൾ ഇളയച്ചനെ കാണിച്ചില്ലല്ലോ, ഇളയച്ചി ഉണ്ടെന്നൊക്കെ ചോദിക്കും. ഓൾക്കൊന്നും വീഡിയോയിൽ വരാൻ ഇഷ്ടമില്ല കേട്ടോ. അതുകൊണ്ട് എൻ്റെ മുത്തച്ഛികളും ഇളയച്ചികളൊന്നും ഞാൻ വീഡിയോയിൽ ഇതുവരെ കാണിച്ചിട്ടില്ല. ഞാൻ മടിയിൽ ഇങ്ങനെ എത്തിയപ്പോൾ ഒരു ഇതില്ല, ഇങ്ങനെ കിടത്തിയപ്പോൾ അവൾക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ എടുക്കണം. പൊരിഞ്ചായ പൂരം കഴിഞ്ഞാൽ പിന്നെ പൊരിഞ്ചായ ഉമ്മാന്റെ അവിടെ ലോഡ്
പണ്ടൊക്കെ അങ്ങനെയല്ല, പൂരം കഴിഞ്ഞാൽ പിന്നെ കടിയൊക്കെ പൊരിയക്കരില്ലേ, പൊരിയക്കരി കടി പൂരം കഴിഞ്ഞാലിട്ടാ. അടുത്ത കൊല്ലത്തേക്ക് പൊരിയന്മാരാവും. എനിക്ക് ജമ്മിക്കുട്ടി പോവുക നമ്മള് മാറ്റല് കഴിഞ്ഞോ? സംഗതി കയ്യിൽ ഓരോ കൊടി കൂടി മാണ്ടായിരുന്നു അല്ലേ? കൊടി കൊടി ആ അമ്മമാന്റെ കൂടെ പോവാണ് നിങ്ങള്. ഇതാ അമ്മായിന്റെ വീട്. അമ്മായി കുളിക്കാൻ കയറിക്ക അത്ര കൊണ്ട് ഇപ്പൊ ഞങ്ങൾ അവിടെ കേറുന്നില്ല. ചക്ക വിരുന്ന് സങ്കടായ കുറുമ്പത്തിക്ക്. അപ്പൊ അന്ന് അങ്ങനെ ഞങ്ങൾ ഉമ്മമാന്റെ വീട്ടിലേക്കൊക്കെ പോയി വന്നല്ലേ യാമിക്കുട്ടിയെ? പോയി വന്നിട്ട് കുറേ ദിവസമായില്ലേ. യാമിക്കുട്ടി പന്നത്തിനേക്കാളും വലുതായി. യാമിക്കുട്ടി ഉറക്കത്തിന്റെ ഇടയിൽ ചെറുതായിട്ട് ഒന്ന് നീച്ചതാണ് കേട്ടോ. അപ്പൊ ഞാൻ ഇങ്ങൾക്കും കൂടി കാണിച്ചു തരാക്കിട്ട് ഓളെടുത്ത് അല്ലേ. ഉറക്കത്തിൽ നീച്ചതിന് അന്തം വിടല കേട്ടോ. ആ നോട്ടാണ് ഓള് നോക്കണത് അല്ലേ യാമിക്കുട്ടി? നമുക്ക് മഴ കാണാം. എന്താ മഴ? മഴയത്ത് ഇവിടെ ഇങ്ങനെ നിന്ന് നോക്കാൻ നല്ല രസമാണ്. ഈ മരത്തുമ്പോൾ കുറേ ചക്കയും ഈ തെങ്ങും മാവും ഈ ഒരു സ്ഥലമൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അന്നൊക്കെ പക്ഷേ ഈ ജനൽ തുറന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ വേസ്റ്റ് കൂടിയാണ് കേട്ടോ. ഞങ്ങൾ മതിൽ പണിയൊക്കെ ചെയ്തപ്പോൾ വേസ്റ്റ് കൂടി അങ്ങോട്ട് മാറ്റി. ഇവിടുത്തെ ഗേറ്റൊക്കെ വന്നു കേട്ടോ. മതിലിൻ്റെയും മുറ്റത്തിൻ്റെയും പണി ഫുള്ളായിട്ടാണ് കഴിഞ്ഞിട്ടില്ല. ഒക്കെ കഴിഞ്ഞിട്ട് ഫിനിഷിങ് ആയിട്ട് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. പണിക്കാരും കാര്യങ്ങളൊക്കെ ആയിരുന്നു ലഞ്ചൊക്കെ തട്ടിക്കൂട്ടാൻ കേട്ടോ. അപ്പോൾ ഏതായാലും ഒരുപാട് വിശേഷങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുണ്ട്. കുറേ വിശേഷങ്ങൾ ഓരോരുത്തർ ചോദിക്കാറുണ്ട്. അതൊക്കെ ഷെയർ ചെയ്യാനുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും. ഇക്കൊക്കെ പണിക്കാരും കൂടെ കേട്ടോ. ഇക്കൊക്കെ പിന്നെ പണിക്കാരുണ്ടെങ്കിൽ പിന്നെ കഞ്ഞിയും വേണ്ട ചോറും വേണ്ട. ഞാൻ കുട്ടി